ഏവർക്കും കൃഷിമിത്രയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ റോസ് ചെടി ഉള്ളവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആരോഗ്യകരമായ റോസ് വളർന്നു വരുവാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. അതിൽ സൂക്ഷ്മ മൂലകങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. pH, ഡോളമേറ്റ്, കുമ്മായം എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് റോസ് ചെടി നടാനുള്ള മണ്ണ് ഒരുക്കാവുന്നതാണ്. ഓർഗാനിക് രീതിയിൽ റോസ് ചെടി നടുകയാണെങ്കിൽ നിങ്ങളുടെ ചെടി ദീർഘകാലം കേടുകൂടാതെ നിൽക്കാൻ സഹായിക്കും. ഇലയിലുണ്ടാവുന്ന കറുത്ത പുള്ളി, മഞ്ഞളിപ്പ്, ഇല കൊഴിച്ചൽ, മൂട് അഴുകിപ്പോകുന്നത്, തണ്ട് ഉണങ്ങിപ്പോകുക എന്നിവ ഈ സൂക്ഷ്മ മൂലകങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് സിങ്ക്, മാംഗനീസ്, ബോറോൺ, കോപ്പർ, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, മോളിബ്ഡനം എന്നിവ സൂക്ഷ്മ മൂലകങ്ങൾ ചേർന്നതാണ്. അത് മൈക്രോ ന്യൂട്രിയൻസായും സെക്കൻഡറി ന്യൂട്രിയൻസായും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലും നമ്മൾ ചെയ്യുമ്പോൾ ചെടികൾ ആരോഗ്യകരമായി നിൽക്കാൻ സഹായിക്കുന്നു, പ്രത്യേകിച്ചും റോസ്. റോസ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട വളപ്രയോഗം ബ്ലാക്ക് പൊട്ടാഷ്, അതായത് കമ്പോസ്റ്റ് ചെയ്ത ചാരം, ഓർഗാനിക് DAP, റൈസോബിയം എന്നിവ നേരിയ തോതിൽ ചെടികളുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പൂവുണ്ടായിരിക്കും. അതിന് ഉപരി അതിൻ്റെ പ്രതിരോധ ശക്തിയും കൂടുതലായിരിക്കും. നേഴ്സറിയിൽ നിന്ന് റോസ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നന്നായിട്ട് പൂവുണ്ടായിരിക്കും. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് 1 മാസം കഴിയുമ്പോൾ പൂക്കളുടെ എണ്ണം കുറഞ്ഞ് ശോഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തം ഉണ്ടാവാൻ വേണ്ടിയാണ് മേൽപ്പറഞ്ഞ വളങ്ങൾ ഉപയോഗിക്കാൻ പറയുന്നത്. ഇത്തരം സൂക്ഷ്മ മൂലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രിനോൾ പോട്ടി മിക്സ് ഞങ്ങൾ റോസ് നടാൻ ഉപയോഗിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും ബോൺ മീല്, pH ബൂസ്റ്റർ, ചാണകപ്പൊടി, പൾവറൈസ് ചെയ്ത ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെ സൂക്ഷ്മ വളങ്ങൾ ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഞങ്ങളുടെ പോട്ടി മിശ്രിതം. 15 ദിവസത്തോളം ട്രീറ്റ് ചെയ്ത ഗ്രിനോൾ പോട്ടി മിക്സ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പുറത്തു വിടുന്നത്. ഗ്രിനോൾ പോട്ടി മിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് റോസ് ചെടി നിങ്ങൾക്ക് നട്ട് കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മുടെ ഗ്രിനോൾ പോട്ടി മിക്സ് ഉപയോഗിച്ച് നിങ്ങൾ റോസ് നടുകയാണെങ്കിൽ നിങ്ങളുടെ റോസ് ഏകദേശം ഒരു 5 വർഷം വരയ്ക്കും കേടുകൂടാതെ വണ്ണം സംരക്ഷിച്ച് നിൽക്കും. മേളിൽ നിന്ന് കീടങ്ങളുടെ അറ്റാക്കിന് നിങ്ങൾ മരുന്നടിച്ചു കൊടുക്കുക. അത് റോസിനെ സംരക്ഷിക്കുവാൻ സഹായിക്കും. പക്ഷേ മൂട്ടിലുള്ളതും ഇല മഞ്ഞളിപ്പും കൊണ്ട് ഒരു അസുഖവും വരത്തില്ല എന്ന് തന്നെ തീർത്ത് പറയുവാൻ കഴിയും. മണ്ണില്ലാത്തവർക്ക് റോസ് നടാൻ ഏറ്റവും ഉപകരിക്കുന്ന പോട്ടി മിക്സാണ് ഗ്രിനോൾ പോട്ടി മിക്സ്. ഗ്രിനോൾ പോട്ടി മിക്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രയോജനം? രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും, വേര് വളർച്ച കൂടും, ഇലകൾ തഴച്ചു വരും, നന്നായിട്ട് പൂക്കളുണ്ടാകും. ഇതാണല്ലോ നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ഈ 45 ദിവസത്തിനുള്ളിൽ ഈ ഗ്രിനോൾ പോട്ടി മിക്സ് തിരികെ തന്നാൽ ഞങ്ങൾ ഫുൾ അമൗണ്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പുറമേ നിന്ന് വരുന്ന കീടങ്ങളുടെ ശല്യം, ബാധ കൊണ്ട് കുരുടിപ്പ് വരുന്നതല്ലാതെ ചുവട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗ്രിനോൾ പോട്ടി മിക്സ് സഹായിക്കും. മഴക്കാലത്ത് റോസിന് എന്തൊക്കെ മരുന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഗ്രിനോൾ പോട്ടി മിക്സ് ഉപയോഗിച്ചുകൊണ്ട് റോസ് ഞങ്ങൾ നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡ്രിക്കിംഗ് ട്രബിൾ. ഇത് വെച്ചാണ് നമ്മൾ ഈ മണ്ണ് കോരി ഇടാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ട്രബിളാണ് ഇത്.
ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? ബൾബ് പ്ലാന്റർ. ഇത് ഗ്രോ ബാഗിലും ചട്ടിയിലും നമുക്ക് കുഴിയെടുക്കാൻ പറ്റുന്ന, അതായത് ഒരു പിള്ളക്കുഴി എടുത്ത് ചെടി നടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഞങ്ങളുടെ റോസ് ചെടി എങ്ങനെയാണ് നടുന്നത് കാണിച്ചു തരാം. ഇഞ്ചോളം മണ്ണുണ്ട്. അപ്പോൾ ആ കുഴിയും അതേ ലെവലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ചോളം കുഴി ഇവിടെ ഉണ്ട്. നട്ടതിന് ശേഷം നമ്മൾ ഈ മേൽമണ്ണ് ലേശം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, അപ്പം ഇത്രയും നമുക്ക് ഒരു 1.5 ഇഞ്ചോളം താഴ്ചയുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വളം ഇടാനും വെള്ളം ഒഴിക്കുമ്പം കെട്ടി നിൽക്കാനും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ഒരു റോസ് നടേണ്ടത്. ഈ വീഡിയോ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ വിടുന്നതല്ല. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.